നീ എന്തൊരു പണി കാണിച്ച? നീ എന്ത് പണിയാണ് കാണിച്ചത്? ഞാൻ പിന്നെ ട്യൂഷൻ വിളിക്കാൻ പോയില്ല. ആണോ? അവിടെ ചെന്ന് അവര് പറഞ്ഞു പോയെന്ന് പറഞ്ഞു. അതാണോ മര്യാദ? നിന്റെ അടുത്ത് 1 മണിക്കൂർ ക്ലാസ് വിടുന്നതിന് 1 മണിക്കൂർ മുമ്പ് കൊച്ചു അവിടെ നിൽക്കണം. ആ കൊച്ചു ഒറ്റയ്ക്കാ വന്നത്, പിന്നെ മോളോടുണ്ടായിരുന്നു. ഞാൻ അപ്പുറത്തെ കടയിൽ പോയി ഒരു ചായ അരി ഉണ്ടാക്കി കഴിച്ചിട്ട് പെരിയ അങ്ങോട്ട് നീങ്ങാലോ എന്ന് കരുതിയ അവിടെ ചെന്ന് പത്രം വെച്ച് സൊറ പറഞ്ഞപ്പോൾ സമയം പോയി. ചെന്നപ്പോൾ പറയാൻ പോയെന്ന്. നല്ല ഉത്തരവാദിത്വം തന്നെ. നിന്നെയൊക്കെ വിശ്വസിച്ചിട്ട് ഇറങ്ങിപ്പോണം ഞങ്ങളെ പറഞ്ഞതല്ലേ. അല്ലെങ്കിൽ വന്നല്ലോ. ആ അവൻ വന്ന് അവൻ വരും. ഇതാണോ തക്കടുണ്ട് അരിയുണ്ട മാമൻ? അരി ഉണ്ടാവൂലോ. ഇതേതാ കാന്താരി കൂടെ പഠിക്കുന്നോ? എന്തുവാടെ പേര്? ദേവി. ദേവിയോ? ആ അടിപൊളി പേര്. എവിടാ വീട്? ഹനുമാൻ കോവിലിന്റെ ബാക്കിലാ. ഹനുമാൻ കോവിലിന്റെ മിലിറ്ററി ക്യാമ്പ് കഴിഞ്ഞിട്ടേ അവിടെ എവിടെ? അവിടെ ബാക്കിലൊരു ആ മക്കള് പറഞ്ഞെടുത്താ ഇദ്ദേഹത്തിന് അറിയാത്ത സ്ഥലമില്ല ഇവിടെ. ഞാനാണ് ഇവിടുത്തെ, പക്ഷെ എന്നെക്കാളും അറിയാം സ്ഥലങ്ങളൊക്കെ കൂടുതൽ. അവിടെ നമ്മുടെ ഏരിയ, നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ട്. ഹനുമാൻ കോവിലിന്റെ തൊട്ട് പുറയില് ഒരു ഗേറ്റ് ഉണ്ടല്ലോ, അവിടെ. അത് നമ്മുടെ രഘുവിന്റെ വീട്. അതെന്റെ മാമന്. രഘുവിന്റെ ഏഴക്കാരിയാണോ? എന്റെ മച്ചമ്പി രഘു എന്ന് പറഞ്ഞ ഒരു പൂരാ തല്ലിപ്പൊളി. അവൻ ഈ വാടിന് വഴക്കുണ്ടാക്കാളില്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ വഴക്കാണ്. എന്നാലും കടവാതൊക്കെ വന്ന് കിടന്നിട്ട് ഇൻസ്റ്റാൾമെന്റുകാരോട്ട് പൂരടിയായിരുന്നു. 2 കസര എടുത്തിട്ട് പൈസ കൊടുത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ തമാശ ഉള്ളതല്ലേ ഞാൻ പറഞ്ഞത്. രഘുവിന്റെ ഒരു പെങ്ങളുണ്ട്, ഇയാളെ വീടിന്റെ പുറകെ താമസിക്കുന്നത്. അവളെ കണ്ണി കണ്ടാ ചീത്തോളി. അവള് വഴി അടക്കാൻ പോലും സമ്മതിക്കത്തു. അടി കൊണ്ടാണോ ഇല്ലാത്തൊരുത്ത്. പോലീസുകാരൊന്നും അവന്റെ സ്ഥലത്തോട്ട് ഇവിടുത്തെ പഞ്ചായത്ത് തന്നെ അവരെ എഴുത്തല്ലേ. നല്ല കമ്പനി കേട്ടോ രഘുവിന്റെ. അല്ല മോള് അടിപൊളി, ദേവി സൂപ്പർ. മക്കള് പൊന്ന അല്ലേ? മമ്മ അങ്ങനെ പറഞ്ഞല്ലോ കേട്ടോ. നല്ല മോളാ, നല്ല മോളാ. മക്കളെ വിഷമിക്കണ്ട കേട്ടാ. ഒരു കാര്യം ചെയ്യാം, മാമ വന്നിട്ട് അച്ഛൻ്റെ അടുത്തും മാമന്റെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ ഒന്ന് സംസാരിക്കാം. എന്താ സംസാരിക്കാം? സംസാരിച്ചു നോക്കാടെ. രഘുവിനെ ഉപദേശിച്ച് എന്റെ മച്ചമ്പ ഒരു ജില്ല വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമാണ്. അച്ചമ്പയുടെ കയ്യിൽ നിൽക്കാം. അപ്പം അത് അറിയാൻ പറ്റും, എനിക്കറിയാം കേട്ടോ. മാമ വരാം കേട്ടോ. ചെന്നിട്ട് വാ, കുഴപ്പമില്ല. അല്ല ഞാനോട് വരാം. ഒരു പക്ഷേ ഒരു ആക്രമണം ഉണ്ടാവാൻ തടുത്തിരിക്കാൻ ആൾ വേണമല്ലോ. ഇവിടെ ആക്രമിക്കാനും അടിപിടി കൂടാനൊന്നും അല്ല പോണത്. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ 2 വാക്ക് സംസാരിക്കാൻ പോകും. നടക്കുമെന്ന് നോക്കാം. നടക്കും. മക്കൾ വേഗം അകത്ത് വെച്ചേക്കാം. നക്കൂടെ കൊണ്ട് വാ, നമുക്ക് പോയി ദേവി കൊണ്ടാക്കിയിട്ട് വരാം. നീ അകത്ത് കയറണ അത് അരുണ്ട എന്നാ പോണത്? ഇല്ല, ഞാൻ അവിടെ ഉണ്ട്. വരുമ്പോൾ നിങ്ങൾ 2 കൊണ്ടുവന്നാൽ മതി. അരിയുണ്ട മേടിക്കാൻ അല്ലടാ പോണത്. വരുന്ന വഴി കടയുടെ വണ്ടികളല്ലേ വരുന്നില്ലേ മച്ചമ്പി. മക്കൾ വാ. ഞങ്ങള് പോയി കാര്യങ്ങളൊക്കെ ഒന്ന് ഒത്തുതീർപ്പാക്കി പറഞ്ഞ് രമ്യത വരുത്തിട്ട് നമ്മൾ വരും. ആരോട് പറയാ? ഈ കളിയും ചിരിയും കഴിഞ്ഞപ്പോൾ വിഷാദ രോഗിയായിട്ട് തിരിച്ചു വരുന്നതാണ് നമ്മളെത്ര കണ്ടേക്കുന്നത്.